നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഏട്ടൻ ജഡ്ജാവെന്ന് പറഞ്ഞ് സന്തോഷിച്ചപ്പോഴേ ഇങ്ങനെയുള്ള കുറെ കുഴപ്പക്കാര് തലവെക്കുക. അഡ്വക്കേറ്റ് ആവുമ്പോ ഇതുപോലുള്ള ഭീഷണിയൊന്നും പുത്തിരി അല്ലല്ലോ. ഒന്നുകിൽ അർജുൻ സാർ തോൽപ്പിച്ച ഏതെങ്കിലും എതിർകക്ഷികളായിരിക്കും, അല്ലെങ്കിൽ ഏതോ അസൂയക്കാര്. അർജുൻ ചേട്ടൻ ജഡ്ജാവുന്നതില് തങ്ങൾക്ക് കുഴപ്പം വരുമെന്ന് കരുതുന്നവര്. അങ്ങനെ ആരെങ്കിലും ആവും. എന്തായാലും ഏട്ടൻ കാര്യമായിട്ടൊന്ന് സൂക്ഷിക്കണം. ഹലോ അച്ഛാ. മോളെ, ഒരു നന്ദി പറയാനാ ഞാൻ വിളിച്ചത്. നന്ദിയോ? എന്തിനാ അച്ഛൻ എന്നോട് നന്ദി പറയുന്നത്? ഇന്ന് ഇവിടുത്തെ കുഞ്ഞിന് വേണ്ടി കൊടുത്തയച്ചില്ലേ കളിപ്പാട്ടങ്ങൾ, വസന്തൻ അത് കൊണ്ടുവന്നപ്പോ വലിയ സന്തോഷം തോന്നി. നിന്നോട് എനിക്ക് വലിയ മതിപ്പ് തോന്നി. അച്ഛാ, ഇതിനൊന്നും നന്ദി പറയല്ലേ. ഇതൊരു ചെറിയ കാര്യല്ലേ. ചെറിയ കാര്യോ? ഇതൊരു വലിയ കാര്യമല്ലേ മോളെ. സൗഭാഗ്യങ്ങളുടെ നടുവിലാ നീ ഇപ്പോ. ആ അവസ്ഥയിലും പഴയ കാര്യങ്ങൾ മറക്കാതിരിക്കുകയും മനസ്സിൽ നന്മ സൂക്ഷിക്കുകയും ചെയ്യുക എന്നത് വലിയ കാര്യമാണ്. ആ കുഞ്ഞിന്റെ കരച്ചിലാണോ അച്ഛാ? അതേ മോളെ. സത്യത്തിൽ ഇന്നെനിക്ക് അവിടെ വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ പുതിയ അഡ്മിഷൻ വരുന്ന ദിവസം മോൾക്കും അറിയാവുന്നതല്ലേ. അതുമല്ല, ഇതൊരു കൈക്കുഞ്ഞ. മോളെ. അച്ഛാ, ഞാൻ ആ കരച്ചിൽ ശ്രദ്ധിക്കായിരുന്നു. അമ്മമാർക്ക് ഏതൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാലും ഒരു ശ്രദ്ധ വരും. ഇന്ന് ഉച്ചയ്ക്ക് വസന്തൻ അവിടുന്ന് വരുമ്പോഴും മോള് നല്ല കരച്ചിലായിരുന്നു. നീ കൊടുത്തയച്ച കളിപ്പാട്ടത്തിലൊന്ന് ഞാൻ വെറുതെ മോളുടെ അടുത്ത് വെച്ചപ്പോ മോളുടെ കരച്ചിൽ നിന്നു. കളിപ്പാട്ടത്തെ കുറിച്ചൊന്നും തിരിച്ചറിയാനായിട്ടില്ല, എന്നാലും അവൾ എന്തോ എനിക്കറിയില്ല, അതിശയം തോന്നി. ആ കുഞ്ഞിന്റെ അച്ഛനമ്മമാരെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ അച്ഛാ? അതാരാണെന്ന് നമുക്ക് അന്വേഷിക്കാൻ അവകാശമില്ലല്ലോ. ആരായാലും ശരി, എന്നെങ്കിലും ഒരിക്കൽ അന്വേഷിച്ചെത്തും. മോളെ, പ്രൊമോഷന്റെ കാര്യം ചോദിക്കാനാ. അർജുൻ അടുത്തുണ്ടോ? പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ വസന്തൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ അച്ഛനോട് നേരിട്ട് പറയാൻ അങ്ങോട്ട് വരുന്നുണ്ട് അച്ഛാ. ഇങ്ങോട്ട് വരുന്നതൊക്കെ സാവകാശം മതി. ഇപ്പൊ നീ കുഞ്ഞിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്ക. മോളെ, അർജുൻ ഒന്ന് ഫോൺ കൊടുത്തേ. അച്ഛന് സംസാരിക്കണം. ഹലോ അച്ഛാ. മോനെ അർജുൻ, അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. നീതിമാനായ മനുഷ്യനാ അർജുൻ. അർജുനെ പോലുള്ളവർ ഈ പദവിയിൽ വരുന്നത് അർജുനല്ല, ആ പദവിക്കാ മഹത്വം ഉണ്ടാക്കുന്നത്. ഇനിയും മോൻ വലിയ ഉയരങ്ങളിലെത്തും. താങ്ക് യു സർ. ശരി അച്ഛാ, ഗുഡ് നൈറ്റ്. ശരി ശരി മോനെ. അവിടെ കൊണ്ടുവന്ന ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടായിരുന്നോ ചേട്ടാ? ഞാനും കേട്ടു. എന്താന്നറിയില്ല, ആ കുഞ്ഞിനെ കാണാൻ തോന്നുക. എനിക്കും തോന്നി. കനകച്ചി മോളെ, പാല് വേണ്ട കനകച്ചി, ഇന്ന് ഒരുപാട് കഴിച്ച് വയറ് ഫുള്ളായി. ഇനി അങ്ങോട്ട് കുഞ്ഞുങ്ങളെ നോക്കാനുള്ളതാ. അമ്മമാർക്ക് നല്ല ആരോഗ്യം വേണം, ഇത് കുടിക്കണം. ഇപ്പോ അമ്മയായ മതിയായിരുന്നു തോന്നുന്നു എനിക്ക്. എല്ലാ ശ്രദ്ധകളും അമ്മയ്ക്കല്ലേ കിട്ടുന്നത്. ഈ സ്ഥാനത്ത് വന്ന് നോക്കണം, അപ്പ അറിയാം. മോളെ, ഒരു കാര്യം, മോക്കും മോനും ഇഷ്ടപ്പെടുവെന്നറിയില്ല. എന്താ കനകച്ചി? ഒരു പഴയ വിശ്വാസ, കുഞ്ഞിന് പേടിയൊന്നും ഉണ്ടാകാതിരിക്കാൻ തൊട്ടിലെവിടെയെങ്കിലും ഇരുമ്പ് കഷ്ണോ ഇരുമ്പ് താക്കോലോ കൊണ്ടുവെക്കണം.
ദുസ്വപ്നം ഒന്നും കാണാതിരിക്കാൻ ഈ ഇരുമ്പ് തൊട്ടിലി വെക്കട്ടെ. ദേ കനകച്ചി, സത്യത്തിൽ പൂജയ്ക്ക് എനിക്ക് ഈശ്വരവിശ്വാസമുണ്ട്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളിൽ വിശ്വാസമില്ല. എന്നാലും കനകച്ചിയുടെ വിശ്വാസത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? ധൈര്യമായിട്ട് വെച്ചോളൂ. സത്യത്തിൽ ഈ മോള് എന്റെ ചെറുമോളാ. ആശുപത്രിയിൽ നിന്ന് വന്നപ്പോ എന്നെ കൊണ്ട് കുഞ്ഞിനെ വാങ്ങിപ്പിച്ചില്ലേ? എന്റെ കണ്ണടയുന്നത് വരെ ഞാൻ ആ സന്തോഷം മറക്കില്ല. കനകേച്ചി ഈ വീട്ടിലെ ആളല്ലേ? എന്നെ വളർത്തിയതേ കനകച്ചിയാ. ദേ ഇപ്പൊ എന്റെ മോളെയും കനകച്ചി വളർത്താൻ പോകുന്നു. ദേ ഞങ്ങൾക്കാ സന്തോഷം. കരയല്ലേ വാവേ? രാധമോള് കരയല്ലേ വാവേ? വാവേ വാ വാ. ഓ ഞാൻ പോവാണേ. ശരി. കരച്ചില് മോളുസേ കരയല്ലേ? ജിംബ്രു മോളു. നമുക്ക് പരിചയമുള്ള ആരുടെയോ ചായ തോന്നുന്നില്ലേ മല്ലിക കുഞ്ഞിന്? കുഞ്ഞിന്റെ കരച്ചിൽ നിൽക്കുന്നില്ലെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാ നിന്റെ ഒരു ചായ. കരയല്ലേ വാവേ? ഓ ചിലപ്പോ തോന്നലായിരിക്കും. കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താൻ എന്തെങ്കിലും ഒരു വഴി നോക്ക് വസന്ത. കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ ഞാനൊരു മിമിക്രി കാണിക്കട്ടെ? ചിരിക്കുവോ നോക്കാമല്ലോ. ഓ അല്ലെങ്കിൽ വേണ്ട, ഇക്ലിയിടാം. അല്ലാതെ ഞാനെങ്ങനെ ഈ പൊടി കുഞ്ഞിന്റെ കരച്ചിൽ നിർത്തുന്നത്? മല്ലികേ, കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല അല്ലേ? പാല് കൊടുത്തില്ലേ? പാല് കുടിച്ചു സർ. എനിക്ക് തോന്നുന്നത് കുഞ്ഞിന് വയറിന് എന്തെങ്കിലും അസുഖമായിരിക്കുമെന്ന്. ഈശ്വര, നമുക്ക് ഡോക്ടറോടൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞാലോ? അതെ, ഡോക്ടറെ വിളിക്കാം. ഹലോ വിശ്വനാഥൻ സർ. ഡോക്ടറെ, രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. ഞങ്ങൾക്ക് പുതിയൊരു അഡ്മിഷൻ ഉണ്ടായിരുന്നു. ന്യൂ ബോൺ ബേബിയാ. എപ്പോഴും കരച്ചില്ല. വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് അറിയില്ല. ന്യൂബോൺ ബേബീസിന് ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാകും. അതിലൊന്നും വിഷമിക്കണ്ട. പാല് കൊടുക്കുക. ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ രാവിലെ വന്ന് നോക്കാം. ശരി ഡോക്ടർ, താങ്ക് യു. ഓക്കെ ശരി. ഡോക്ടർ എപ്പോ വരും സർ? ഡോക്ടർ രാവിലെ വരും. രാവിലെ വരെ കൊണ്ട് എത്തിക്കണമല്ലോ. കുഞ്ഞിനെ കുറച്ചു നേരം ഞാൻ എടുക്കാം. ഇങ്ങതാ. വാവേ, കുഞ്ഞു വാവേ. പൂജ നല്ല ഗുരുത്വവും വിവേകമുള്ള കുട്ടിയാണല്ലേ? ഇവിടത്തെ മോളുടെ കളിപ്പാട്ടങ്ങളൊക്കെ സ്നേഹസദനത്തിലെ കുട്ടിക്ക് തന്നയച്ചു. പാവം. എന്റെ ചേച്ചിയുടെ മോളല്ലേ, അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നു. പൂജ എന്തുമാത്രം നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ട്. ദ്രോഹിച്ചെന്തിനാ? എവിടുന്നോ വലിഞ്ഞേറി വന്ന പെണ്ണാണെന്ന് വിചാരിച്ചിട്ടല്ലേ? ആ കരിങ്കളി പ്രിയ കാരണമല്ലേ ഈ തെറ്റിദ്ധാരണകളെല്ലാം ഉണ്ടായത്. ഈശ്വരാ, ജയിലിൽ ഇടിഞ്ഞു വീണാലും പ്രിയ പുറത്തു വരല്ലേ. ഈ ജന്മം മുഴുവനും അവൾ ആ അഴിക്കുള്ളിൽ തന്നെ കഴിയണേ. മോളാ കരയുന്നേ. കൊച്ചുകുട്ടികൾ വീടിനൊരു ഐശ്വര്യം തന്നെ. പക്ഷേ രാത്രിയാവുമ്പോ അവരുടെ കരച്ചിലിന് അത്രയ്ക്ക് ഐശ്വര്യമില്ല. രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുമ്പോഴാ പിള്ളേര് കരച്ചിൽ തുടങ്ങുന്നത്. അതോടെ ഉറക്കം തീർന്നു. ഇവിടെ ഇപ്പൊ ചെറിയ കരച്ചിലല്ലേ, പക്ഷേ സ്നേഹസദനത്തിലെ മോള് കരച്ചിലോട് കരച്ചില് തന്നെ. അതിന്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയായിരിക്കും വസന്തേട്ടാ?
ആ കുഞ്ഞിന്റെ കാര്യം കഷ്ടം തന്നെ. നേരാ. ആ ഒരു കാര്യം ഇപ്പോഴാ ഓർമ്മിച്ചത്. എന്താ വസന്തേട്ടാ? സ്നേഹസദനത്തിലെ ആ കുഞ്ഞില്ലേ, ആ കുഞ്ഞിന് ആരുടെയൊക്കെയോ നല്ല ചായ. എങ്ങനെ മനസ്സിലായി? അല്ല, മുഖലക്ഷണമൊന്നും കാര്യമായിട്ട് വരാനുള്ള പ്രായമായില്ല. എന്നാലും സൂക്ഷിച്ചു നോക്കുമ്പോഴേ നമുക്ക് പരിചയമുള്ള ഏതൊക്കെയോ ആളിന്റെ ചായ തോന്നുന്നു. അത് കൊള്ളാലോ. ഞാൻ വിശ്വാസ് സാറിനോട് ചോദിച്ചു. സാറും പറഞ്ഞു സാറിനും അങ്ങനെ തോന്നുന്നുവെന്ന്. കുറച്ചുകൂടെ വളരട്ടെ, അപ്പ അറിയാം ആരുടെ ചായയെന്ന്. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ.